ഹലോ ഫ്രണ്ട്സ്. മാത്സിൻ്റെ തേർഡ് സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അതുവരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, സ്കൂൾ സ്റ്റോറിൻ്റെ ആ കണക്ക്. ഡു യു റിമെമ്പർ ദ സ്കൂൾ സ്റ്റോർ? വാട്ട് വാസ് ദ ബാലൻസ് സ്റ്റോക്ക്? എന്തായിരുന്നു അവിടുത്തെ ബാലൻസ് ആയിട്ട് സ്റ്റോക്ക് എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തിയത് കഴിഞ്ഞ വീഡിയോയിൽ. നോട്ട്ബുക്സ് 75, പെൻ 35, പെൻസിൽ 55. Children, listen. Next day, 72 notebooks, 100 pens and 125 pencils were added. പിറ്റേ ദിവസം നമ്മുടെ സ്റ്റോറിൽ 72 നോട്ട്ബുക്സും 100 പെൻസും ആൻഡ് 125 പെൻസിൽസും കൂടി വന്നു സ്റ്റോക്കിൽ. ഫൈൻഡ് ദ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് ഈച്ച് ഐറ്റം നൗ. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ടോട്ടൽ സ്റ്റോക്ക്. ടോട്ടൽ കാണാൻ എന്താ നമ്മൾ ചെയ്യുക? ടോട്ടൽ എങ്ങനെയാണ് കാണുക? ആഡ് ചെയ്യണം അല്ലേ? എന്താണ് ആഡ് ചെയ്യേണ്ടത്? നമുക്ക് കാണേണ്ടത് എന്താണ്? ടോട്ടൽ സ്റ്റോക്കാണ്. അതിനു വേണ്ടി നമ്മൾ എന്താണ് കാണേണ്ടത്? മുമ്പത്തെ സ്റ്റോക്കും പുതിയ സ്റ്റോക്കും കൂടി കൂട്ടണം. പ്രീവിയസ് സ്റ്റോക്കും ന്യൂ സ്റ്റോക്കും ആഡ് ചെയ്യണം അല്ലേ? നമുക്ക് ഒരു ടേബിൾ വരയ്ക്കാം. ഡ്രോ എ ടേബിൾ, എ 4 column table. Column 1 items, column 2 previous stock, column 3 new stock, column 4 total stock. Okay, what is the previous stock of notebooks? 75 notebooks. What is the new stock of notebooks? 72. Total stock, previous stock plus new stock, 75 plus 72. 75 plus 72. Add from one side. 2 ones plus 5 ones. അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ എന്താണ് നോക്കിയത്? ആദ്യത്തെ സ്റ്റോക്ക് എന്തൊക്കെയാണ്, എത്രയാണ്? നോട്ട്ബുക്കിൻ്റെ പ്രീവിയസ് സ്റ്റോക്ക്, മുമ്പത്തെ സ്റ്റോക്ക് 75 ആണ്. ന്യൂ സ്റ്റോക്ക് 72 ആണ്. ടോട്ടൽ സ്റ്റോക്ക് കാണാൻ പ്രീവിയസ് സ്റ്റോക്കും ന്യൂ സ്റ്റോക്കും കൂട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ആഡ് ഫ്രം വൺ സൈഡ്. 2 plus 5, 7 ones. ഇനി ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് പോകാം. 7 10 plus 7 10, 14 tens. 14 tens plus 7 ones, that is 147. 147. Okay, then pen. What is the previous stock? എന്താണ് പെന്നിൻ്റെ മുമ്പത്തെ സ്റ്റോക്ക്? എത്രയാണ്? 35. ന്യൂ സ്റ്റോക്ക് എത്രയാണ്? 100. വാട്ട് ഈസ് ദ ടോട്ടൽ സ്റ്റോക്ക്? പ്രീവിയസ് സ്റ്റോക്ക് പ്ലസ് ന്യൂ സ്റ്റോക്ക് അല്ലേ? മുമ്പത്തെ സ്റ്റോക്കും ഇപ്പോഴത്തെ പുതിയ സ്റ്റോക്കും കൂട്ടണം. അപ്പോൾ 35 പ്ലസ് 100. 100 പ്ലസ് 35. സംശയമുണ്ടോ അത് കൂട്ടുമ്പോൾ? അപ്പം നമുക്ക് 100 tens ones എന്നുള്ള ആ 3 സ്ഥാനങ്ങൾ കൊടുത്തതിന് ശേഷം എഴുതി നോക്കാം. അപ്പോൾ 35 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 5 അല്ലേ? അതായത് 30 പറഞ്ഞാൽ 3 tens. അപ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 3 എഴുതി. 35 5 ones, വൺസിൻ്റെ സ്ഥാനത്ത് 5. ഇനി 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ones, 0 tens,
100. അപ്പോൾ നമ്മൾ 100ൻ്റെ പ്ലേസിൽ 1 എഴുതി, ടെൻസിൻ്റെ പ്ലേസിൽ 0 എഴുതി, വൺസിൻ്റെ പ്ലേസിൽ 0 എഴുതി. ഇനി ആഡ് ചെയ്യാം അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0 ones പ്ലസ് 5 ones. 0നോട് ചേർക്കുമ്പോൾ ഒരു മാറ്റവും വരില്ല, നമ്മൾ മുമ്പേ കണ്ടതാണ് അല്ലേ? അപ്പോൾ 0 + 5 5, 0 + 3 3. പിന്നെ 100നോട് ചേരാനൊന്നുമില്ല അല്ലേ? ദർ ഈസ് നോ നമ്പർ ഇൻ ദ 100's place. 1 ഓൺലി അല്ലേ? 100 ഓൺലി. അപ്പോൾ നമ്മൾ 100 ഇവിടേക്ക് തന്നെ ഇട്ടു. ദ ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് ഈസ് 135. വാട്ട് അബൌട്ട് പെൻസിൽസ്? ഈ പെൻസിലിൻ്റെ കാര്യം എങ്ങനെയാണ്? പ്രീവിയസ് സ്റ്റോക്ക് ഓഫ് പെൻസിൽസ്, മുമ്പത്തെ സ്റ്റോക്ക് എത്രയാണ്? 55. ന്യൂ സ്റ്റോക്ക് ഓഫ് പെൻസിൽസ്, പുതിയ സ്റ്റോക്ക് 125. ടോട്ടൽ സ്റ്റോക്ക് നമ്മളെന്താ കണ്ടത്? ടോട്ടൽ സ്റ്റോക്ക് 125 ആണ് ന്യൂ സ്റ്റോക്ക്, പ്രീവിയസ് സ്റ്റോക്ക് 55 ആണ്. നമ്മൾ ഇതേപോലെ തന്നെ 100 10s 1s എന്ന കോളം വരച്ചിട്ട് നമുക്ക് ചെയ്യാം. 55 നമുക്ക് മേലെ എഴുതണമെങ്കിൽ എഴുതാം, താഴെ എഴുതണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം 55ന് കൊടുക്കാം. പ്രീവിയസ് സ്റ്റോക്ക് 55. 55 മീൻസ് 50 + 5. 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. 5 10s അല്ലേ? 5 10കളാണ് 50. അപ്പോൾ നമ്മൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 5, അപ്പോൾ 50 ആയി. ഇനി 55 ആണ്. 5 ones, വൺസിൻ്റെ സ്ഥാനത്ത് 5 എഴുത്. ഇനി 125. അപ്പോൾ അതിൽ 100 25 3 ഉണ്ട് അല്ലേ? 3 സ്ഥാനത്തും സംഖ്യകളുണ്ട്. 5 ones, 2 10s, 100. ഇനി നമുക്ക് ആഡ് ചെയ്യാം. വൺസിൻ്റെ സ്ഥാനത്ത് രണ്ട് ഭാഗത്തുമായിട്ട് 5 5 ആണ് അല്ലേ? 5 ones. അപ്പോൾ 5 + 5 10. 5 + 5 10. 10ന് നമ്മളിവിടെ എന്താ ഇടുക? വൺസിൻ്റെ സ്ഥാനത്തുള്ള 0. 110 എന്നുള്ളത് ടെൻസിൻ്റെ പ്ലേസിലേക്ക് പോകണം. അപ്പോൾ നമ്മളതിനെ ഈ 5ൻ്റെ മുകളിലായിട്ട് എഴുതി. 110 അവിടെ കൊടുത്തു. 1 + 5 6. 6 + 2 8. അപ്പോൾ ഇവിടെ 8 10s ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി 100ൻ്റെ അവിടെ കൂട്ടാനൊന്നുമില്ല അല്ലേ? അവിടെ ആഡ് ചെയ്യാൻ നമ്പറില്ല. അപ്പോൾ 100ന് താഴേക്ക് ഇറക്കിയിട്ടു. അപ്പോൾ 180 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ടേബിളിൽ എഴുതാം. ഐറ്റം നോട്ട്ബുക്ക്, പ്രീവിയസ് സ്റ്റോക്ക് 75, ന്യൂ സ്റ്റോക്ക് 72, ടോട്ടൽ സ്റ്റോക്ക് 75 + 72 147. പെൻ, പ്രീവിയസ് സ്റ്റോക്ക് 35, ന്യൂ സ്റ്റോക്ക് 100, ടോട്ടൽ സ്റ്റോക്ക് 35 + 100 135. 135. Pencils, previous stock 55, new stock 125, total stock 55 + 125 is equal to 180. Next, Ammu bought these items from the store. Find the balance each item in the store. അമ്മു ഈ സാധനങ്ങളൊക്കെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ഇനി നിങ്ങളോട് എന്താണ് ഫൈൻഡ് ദ ബാലൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ബാലൻസ് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ സ്റ്റോർ. സ്റ്റോറിൽ ഓരോന്നും ഇനി എത്രയുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
എന്തൊക്കെയാണ് അമ്മു വാങ്ങിച്ചത് നോക്കൂ. വി നീഡ് 25 നോട്ട്ബുക്സ്, 24 പെൻസ് ആൻഡ് 29 പെൻസിൽസ് ഫോർ അവർ ക്ലാസ്. അവളുടെ ക്ലാസ്സിലേക്ക് വേണ്ടിയാണ് അവൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഹൗ മെനി നോട്ട്ബുക്സ് അമ്മു ബോട്ട്? 25. ഹൗ മെനി പെൻസ്? 24 പെൻസ്. ഹൗ മെനി പെൻസിൽസ്? 29. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? എങ്ങനെയാണ് നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക? ഹൗ മെനി നോട്ട്ബുക്സ് അമ്മു പർച്ചേസ്ഡ് ഫ്രം ദ സ്റ്റോർ? 25. ഹൗ മെനി നോട്ട്ബുക്സ്? 25. വാട്ട് ഈസ് ദ ബാലൻസ് സ്റ്റോക്ക് ഓഫ് നോട്ട്ബുക്സ്? 147. Total number of notebooks in the stock is 147. Number of notebooks അമ്മു പർച്ചേസ്ഡ്. അമ്മു വാങ്ങിയ നോട്ട്ബുക്സ് എത്രയാണ്? 25. To find that we will subtract. To find that we will subtract. Subtract 25 from 147. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുറയ്ക്കണം അല്ലേ? ടു ഫൈൻഡ് ദാറ്റ് വി വിൽ സബ്ട്രാക്ട്. എന്താണ് കുറയ്ക്കേണ്ടത്? 25 ഫ്രം 147 അല്ലേ? ആകെയുള്ള ടോട്ടൽ സ്റ്റോക്കിൽ നിന്ന് വാങ്ങിയത് കുറയ്ക്കണം അല്ലേ? അപ്പോൾ 147 മൈനസ് 25. ആദ്യം സബ്ട്രാക്ട് ഫ്രം വൺ സൈഡ്. 7 ones ആണ്, അതേപോലെ 5 ones ആണ് അല്ലേ? സബ്ട്രാക്ട് 5 ones ഫ്രം 7 ones. 7 മൈനസ് 5 2. സബ്ട്രാക്ട് 2 tens ഫ്രം 4 tens. 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2. ആൻഡ് 100നെ നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ബാലൻസ് സ്റ്റോക്ക് എത്രയാണ്? 122. 122 നോട്ട്ബുക്സ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് ഇൻ ദ സ്റ്റോക്ക്. എത്ര പെന്നാണ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്? 135. 135. നമ്പർ ഓഫ് പെൻസ് അമ്മു പർച്ചേസ്ഡ്. അമ്മു എത്ര പെന്നാണ് വാങ്ങിയത്? അമ്മു വാങ്ങിയ പെന്നുകളുടെ എണ്ണം 24. ടു ഫൈൻഡ് ദാറ്റ് വി വിൽ സബ്ട്രാക്ട് 24 ഫ്രം 135. 135 മൈനസ് 24. Subtract from one side. Subtract 4 from 5. 5 minus 4 1. Subtract 2 tens from 3 tens. 3 minus 2 1 അല്ലേ? 3ൽ നിന്ന് ഇപ്പോൾ 10കളെ കുറച്ചു. ഇനി 100കൾ. 100. 100കളുടെ സ്ഥാനത്ത് മൈനസ് ചെയ്യാൻ നമ്പറില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ 1നെ താഴേക്ക് ഇറക്കിയിട്ടു. അപ്പോൾ 111 പെൻസ് അല്ലേ? വാട്ട് ഈസ് ദ ടോട്ടൽ ബാലൻസ്? 111. ദെൻ പെൻസിൽസ്. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ദ സ്റ്റോക്ക്. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ദ സ്റ്റോക്ക് 180. 180. Number of pencils Ammu purchased 29. 29. ഇപ്പോൾ നേരത്തെ മൈനസ് ചെയ്ത് അത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നില്ല. 180 നിന്ന് 29 മൈനസ് ചെയ്യാൻ. കാരണം 0 നിന്ന് 9 ആണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമുക്കിതിന് ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് എന്ന കോളത്തിൽ ഇട്ടിട്ട് നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ? സബ്ട്രാക്ട് 29 ഫ്രം 180. അപ്പോൾ വൺ സൈഡിൽ
0 വൺസിൽ നിന്ന് 9 വൺസാണ് മൈനസ് ചെയ്യേണ്ടത്. അത് സാധിക്കുമോ? ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പ്ലേസ്. 8 ഈസ് there. 8 tens. We move 1 10 to the one side. So 10 in the one side and 8 10 becomes 7 tens. 8 tens ഇപ്പം എന്തായി? 7 tens ആയി. 0 1 എന്തായി? 10 ones ആയി. Then subtract. 10 ones minus 9 ones. That is 1. 10 minus 9, 1. 7 tens minus 2 tens. That is 5. 100നെ താഴേക്ക് ഇറക്കിയിട്ടു. 151. Total number of pencils in the stock 151. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.